എക്സലന്റ് ഗൈഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. ലോൺ എടുത്തിട്ടുള്ളവർക്കും ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ വളരെ പരിചിതമായിട്ടൊരു ടേമായിരിക്കും ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് അഥവാ EMI. വായ്പ എടുത്തിട്ടുള്ളവർക്ക് ഒരു നിശ്ചിത കാലയളവിൽ കൃത്യമായ ഇടവേളകളിൽ ഒരു നിശ്ചിത തുക വീതം തിരിച്ചടച്ചുകൊണ്ട് ലോൺ എമൗണ്ട് ക്ലോസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പേയ്മെൻറ്റ് ഓപ്ഷനാണ് EMI. ആമസോൺ, ഫ്ലിപ്കാർട്ട്, eBay തുടങ്ങിയിട്ടുള്ള ഇ-കൊമേഴ്സ് സൈറ്റുകളും ഇപ്പോൾ EMI ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതേസമയം EMI തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, എല്ലാ മാസവും ഒരേ തുക തന്നെയാണ് നമ്മൾ അടയ്ക്കേണ്ടത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മറ്റ് ചിലവുകളെ ബാധിക്കാത്ത തരത്തിലുള്ള ഒരു EMI ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ അടയ്ക്കുന്ന EMIയിൽ ഒരു ഭാഗം ഇൻട്രസ്റ്റിലേക്കും അതായത് പലിശയിലേക്കും മറ്റൊരു ഭാഗം ലോൺ എമൗണ്ടിലേക്കുമാകും പോകുക. സോ പരമാവധി പലിശ ഇനത്തിലേക്ക് കുറവ് തുക പോകുന്ന രീതിയിലുള്ള ഒരു EMI ആയിരിക്കണം നമ്മളെപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. ഈ വീഡിയോയിൽ എക്സൽ ഉപയോഗിച്ചുകൊണ്ട് EMI എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഉദാഹരണത്തിന് 5 ലക്ഷം രൂപ 3 വർഷത്തേക്ക് 8% വാർഷിക പലിശയ്ക്ക് വായ്പ എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് EMI, അതായത് ഓരോ മാസവും എത്ര തുകയാണ് തിരിച്ചടയ്ക്കേണ്ടത് എന്നത് കണ്ടെത്താനായിട്ട് ലോൺ എമൗണ്ട് 5 ലക്ഷം, ഇൻട്രസ്റ്റ് അഥവാ പലിശ 8%, ടൈം പീരീഡ് അഥവാ നമ്പർ ഓഫ് ഇയേഴ്സ് 3 വർഷം. ഇനി EMI കണ്ടെത്താനായിട്ട് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ EMI കണ്ടെത്താനായിട്ട് എക്സലിലെ PMT ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുക. PMT ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നോക്കുക, PMT ഫംഗ്ഷനുള്ളിൽ 5 ആർഗ്യുമെൻറ്റുകളാണുള്ളത്. റേറ്റ്, NPER, PV, FV, ടൈപ്പ്. ഈ ആർഗ്യുമെൻറ്റുകൾ ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് അറിയാനായിട്ട് ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സ് എന്ന ഡയലോഗ് ബോക്സ് നമുക്ക് ഉപയോഗിക്കാം. അതിനുവേണ്ടി ഫോർമുല ബാറിന് സൈഡിലുള്ള FX എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നോക്കുക, ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സ് എന്ന ഡയലോഗ് ബോക്സ് വന്നു. ഇനി ഈ കാണുന്ന ആർഗ്യുമെൻറ്റുകൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് റേറ്റ് അഥവാ പലിശ. റേറ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് പെർ പീരീഡ് ഫോർ ദ ലോൺ. നമുക്കിവിടെ മന്ത്ലി ആണ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. നമുക്കറിയാം, വാർഷിക പലിശ 8%. 8% വാർഷിക പലിശയെ മാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 8% ഡിവൈഡഡ് ബൈ 12. പലിശ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക. ഡിവൈഡഡ് ബൈ 12. ഈ കാണുന്നതാണ് മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റ്. അടുത്ത ആർഗ്യുമെൻറ്റ് NPER. NPER ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പേയ്മെൻറ്റ്സ് ഫോർ ദ ലോൺ. നമ്മളിവിടെ 3 വർഷത്തേക്കാണ് ലോൺ എടുക്കുന്നത്. 3 വർഷത്തിലെ എല്ലാ മാസവും ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതായത് 3 × 12 36 ഇൻസ്റ്റാൾമെൻ്റ് ആണ് NPER. 3 എന്ന സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക. ഇൻറ്റു 12. 36 ആണ് ടോട്ടൽ നമ്പർ ഓഫ് പേയ്മെൻറ്റ്സ്. അടുത്ത ആർഗ്യുമെൻറ്റ് PV അഥവാ പ്രസൻറ്റ് വാല്യൂ. ലോൺ എമൗണ്ട് ആണ് PV അഥവാ പ്രസൻറ്റ് വാല്യൂ. ലോൺ എമൗണ്ട് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക. അടുത്ത ആർഗ്യുമെൻറ്റ് FV അഥവാ ഫ്യൂച്ചർ വാല്യൂ. നമുക്കിവിടെ ലോൺ അടച്ചു തീർക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ വാല്യൂ എന്നത് 0 ആണ്. നമ്മളിവിടെ പ്രത്യേകിച്ചൊരു വാല്യൂ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ 0 എന്ന വാല്യൂ ആകും എക്സൽ അസ്യൂം ചെയ്യുക. അടുത്ത ആർഗ്യുമെൻറ്റ് ടൈപ്പ്. പീരീഡിൻ്റെ ബിഗിനിങ്ങിൽ, അതായത് മാസത്തിൻ്റെ ആദ്യമാണ് പേയ്മെൻറ്റ് അടയ്ക്കുന്നതെങ്കിൽ 1 എന്ന വാല്യൂ ഉപയോഗിക്കുക. അതല്ല, എൻഡ് ഓഫ് ദ പീരീഡിലാണ് പേയ്മെൻറ്റ് അടയ്ക്കുന്നതെങ്കിൽ 0 എന്ന വാല്യൂ ഉപയോഗിക്കുക. പ്രത്യേകിച്ചൊരു വാല്യൂ നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ 0 എന്ന വാല്യൂ ആകും എക്സൽ അസ്യൂം ചെയ്യുക. അതായത് EMI കണ്ടെത്താനായിട്ട് നമുക്കിവിടെ 3 വാല്യൂസ് മാത്രം കൊടുത്താൽ മതിയാകും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, NPER അഥവാ ടോട്ടൽ നമ്പർ ഓഫ് പേയ്മെൻറ്റ്സ്, PV അഥവാ ലോൺ എമൗണ്ട്. ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ -15,668 അതാണ് EMI. അടയ്ക്കേണ്ടുന്ന തുകയായതുകൊണ്ടാണ് മൈനസ് വാല്യൂ കാണിക്കുന്നത്. ഈ തുക പോസിറ്റീവായിട്ട് കിട്ടാനായിട്ട് FX എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. PV അഥവാ ലോൺ എമൗണ്ടിൻ്റെ കോളത്തിൽ ഒരു മൈനസ് സൈൻ ആഡ് ചെയ്യുക.
ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 15,668 രൂപ. അതാണ് 5 ലക്ഷം രൂപ 3 വർഷത്തേക്ക് 8% വാർഷിക പലിശയ്ക്ക് വായ്പ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കേണ്ടുന്ന EMI. ഇനി ഈ 3 വർഷം കൊണ്ട് നമ്മൾ ടോട്ടൽ എത്ര തുക അടയ്ക്കണം എന്നുള്ളത് കണ്ടെത്താനായിട്ട് ഈക്വൽ EMI ഇൻറ്റു 3 ഇൻറ്റു 12 മാസം 5,64,054 രൂപ. അതായത് 3 വർഷം കൊണ്ട് നമ്മൾ അടയ്ക്കേണ്ടുന്ന മുഴുവൻ തുക 5,64,054 രൂപ. ഇതിൽ ഇൻട്രസ്റ്റ് അഥവാ പലിശ എത്രയാണെന്ന് കണ്ടെത്താനായിട്ട് ഈക്വൽ ടോട്ടൽ പേയ്മെൻറ്റ് മൈനസ് ലോൺ എമൗണ്ട് 64,054 രൂപ. ഇനി മറ്റൊരു എമൗണ്ട് നോക്കാം. 7,50,000 9% പലിശ 4 വർഷത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ EMI എന്നത് 18,663 രൂപ. 4 വർഷം കൊണ്ട് നമ്മൾ അടയ്ക്കേണ്ടുന്ന ടോട്ടൽ തുക 8,95,861 രൂപ. അതിൽ പലിശ ഇനത്തിലേക്ക് പോകുന്നത് 1,45,861 രൂപ. ഇനി ഓരോ മാസവും നമ്മൾ അടയ്ക്കുന്ന EMIയിൽ നിന്ന് എത്ര തുക വീതമാണ് ഇൻട്രസ്റ്റിലേക്കും അതായത് പലിശയിലേക്കും ലോൺ എമൗണ്ടിലേക്കും പോകുന്നത് എന്നതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ലോൺ എമൗണ്ട് 7,50,000, ഇൻട്രസ്റ്റ് അഥവാ പലിശ 9%, ടൈം പീരീഡ് അഥവാ നമ്പർ ഓഫ് ഇയേഴ്സ് 4 വർഷം. EMI കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈക്വൽ PMT ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 9% ഡിവൈഡഡ് ബൈ 12, NPER അഥവാ നമ്പർ ഓഫ് പേയ്മെൻറ്റ്സ് 4 വർഷം ഇൻറ്റു 12, PV അഥവാ പ്രസൻറ്റ് വാല്യൂ മൈനസ് ലോൺ എമൗണ്ട് കണ്ടെയ്ൻ ചെയ്യുന്ന സെൽ സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ EMI എന്നത് 18,663 രൂപ. ഇനി ഓരോ മാസവും എത്ര തുക വീതമാണ് പലിശയിലേക്കും എത്ര തുക വീതമാണ് ലോൺ എമൗണ്ടിലേക്കും പോകുന്നത് എന്നത് കണ്ടെത്താനായിട്ട് 4 വർഷത്തേക്കാണ് നമുക്ക് EMI അടയ്ക്കേണ്ടത്. അതായത് 4 × 12 48 മാസം. 0 1 48 വരെ ഓട്ടോ ഫില്ല് ചെയ്യാം. ബാലൻസ് ഈക്വൽ ലോൺ എമൗണ്ട്. ഇനി ആദ്യത്തെ മാസത്തെ EMI ഈക്വൽ EMI കണ്ടെയ്ൻ ചെയ്യുന്ന സെൽ സെലക്ട് ചെയ്യാം. എല്ലാ മാസവും ഒരേ തുക വീതമാണ് അടയ്ക്കേണ്ടത്. സോ ഈ തുക ഫിക്സ് ചെയ്യാനായിട്ട് F4 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യാം. ഇനി ഈ വാല്യൂ ഓട്ടോ ഫില്ല് ചെയ്യാം. ഇനി ആദ്യത്തെ മാസത്തെ ഇൻട്രസ്റ്റ് കണ്ടെത്താനായിട്ട്, അതായത് ആദ്യത്തെ മാസം നമ്മൾ അടയ്ക്കുന്ന EMIയിൽ നിന്ന് എത്ര രൂപ പലിശ ഇനത്തിലേക്ക് പോകുന്നുണ്ടെന്നുള്ളത് കണ്ടെത്താനായിട്ട് ഈക്വൽ ബാലൻസ് എമൗണ്ട് ഇൻറ്റു ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും ഫിക്സ്ഡ് ആണ്. F4 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക. ഡിവൈഡഡ് ബൈ 12, 5,625 രൂപ. അതായത് ആദ്യത്തെ മാസം നമ്മൾ അടയ്ക്കുന്ന 18,663 രൂപയിൽ നിന്ന് 5,625 രൂപ ഇൻട്രസ്റ്റ് ഇനത്തിലേക്കാണ് പോകുന്നത്. ലോൺ എമൗണ്ടിലേക്ക് എത്ര തുക പോകുന്നുണ്ടെന്നുള്ളത് കണ്ടെത്താനായിട്ട് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ EMI മൈനസ് ഇൻട്രസ്റ്റ്. എൻ്റർ കീ പ്രസ് ചെയ്യുക. നോക്കുക, 13,038 രൂപയാണ് ലോൺ എമൗണ്ടിലേക്ക് പോകുന്നത്. സോ ബാലൻസ് എമൗണ്ട് എത്രയെന്ന് കണ്ടെത്താനായിട്ട് ഈക്വൽ ലോൺ എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ പേയ്മെൻറ്റ്. ഇനി ആദ്യത്തെ മാസം ലോൺ എമൗണ്ടിൻ്റെ എത്ര ശതമാനം അടഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് കണ്ടെത്താനായിട്ട് ഈക്വൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക.
ലോൺ എമൗണ്ട് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, F4 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക, മൈനസ് തൊട്ട് താഴെയുള്ള സെല്ല് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ വീണ്ടും ലോൺ എമൗണ്ട് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, F4 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ആദ്യത്തെ മാസത്തെ EMI നമ്മൾ അടയ്ക്കുമ്പോൾ ലോൺ എമൗണ്ടിൻ്റെ 1.74% കവർ ചെയ്യും. ഇനി ഈ 4 സെല്ലുകൾ സെലക്ട് ചെയ്യുക, എക്സൽ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് താഴേക്ക് ഓട്ടോ ഫില്ല് ചെയ്യാം. നോക്കുക, 48ാമത്തെ മാസം ആയി കഴിഞ്ഞപ്പോൾ ബാലൻസ് എമൗണ്ട് 0 ആണ്. പെർസെൻറ്റേജ് നോക്കുക, 100% ലോണും അടഞ്ഞു കഴിഞ്ഞു. ഇനി ടോട്ടൽ EMI എത്രയാണെന്ന് നോക്കാം. ഓൾട്ട് ഈക്വൽ 8,95,861 രൂപ. ഇതിൽ ഇൻട്രസ്റ്റ് എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. ഓൾട്ട് ഈക്വൽ 1,45,861 രൂപ. ടോട്ടൽ പേയ്മെൻറ്റ് മറ്റൊരു രീതിയിലും കണ്ടെത്താം. ഈക്വൽ EMI ഇൻറ്റു 4 വർഷം ഇൻറ്റു 12 മാസം. ഇൻട്രസ്റ്റ് കണ്ടെത്താനായിട്ട് ഈക്വൽ ടോട്ടൽ പേയ്മെൻറ്റ് മൈനസ് ലോൺ എമൗണ്ട് 1,45,861. EMI കണ്ടെത്താനുള്ള എക്സൽ ഫോമുലയെക്കുറിച്ചുള്ള വീഡിയോ പ്രയോജനപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ റിലീസിൻ്റെ അതേ സമയം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വിഷ് യു എ ഗ്രേറ്റ് ഡേ.